ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. നമ്മൾ എത്ര തന്നെ ഉണ്ടാക്കിയാലും ചില സമയത്ത് നമ്മുടെ ഇഡലി സോഫ്റ്റ് ആവുകയില്ല, അതുപോലെ തന്നെ മാവ് നന്നായിട്ട് പൊങ്ങി കിട്ടുകയില്ല. ഏത് നല്ല തണുപ്പിൽ നമ്മളുടെ മാവ് പതഞ്ഞ് പൊങ്ങി കിട്ടാനുള്ള നല്ലൊരു കിടിലൻ സൂത്രം കൊണ്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2.5 കപ്പ് പച്ചരിയാണ് കേട്ടോ. ഈ ഒരു കപ്പിൽ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾ ഏത് കപ്പാണ് യൂസ് ചെയ്യുന്നത് അത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പം ഞാനെല്ലാം ഇതുപോലെ ഒന്ന് മുഴുവനാക്കിയും എടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു അരക്കപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് വിട്ടുപോയതാണ് കേട്ടോ. അപ്പം ഞാൻ ഏകദേശം 2.5 കപ്പ് അരിയിലേക്ക് അരക്കപ്പ് ഉഴുന്നാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ എടുത്ത കപ്പിൽ അരക്കപ്പ് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ഉലുവയാണ്. ഉലുവ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഇഡലി നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലും കിട്ടും കേട്ടോ. നല്ലൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഉലുവ ചേർത്ത് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ അരിയും ഉഴുന്നും ഒക്കെ ഒരുമിച്ച് തന്നെയാണ് ഇവിടെ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. സെപ്പറേറ്റ് ആയിട്ടൊന്നും സോക്ക് ചെയ്യുന്നില്ല. അതുപോലെ നമ്മുടെ മിക്സി ജാറിലാണ് ഇത് അരച്ചെടുക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള മാവ് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പം ഞാൻ അരിയും ഉഴുന്നൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. ഞാനിത് രാവിലെയാണ് കേട്ടോ കഴുകി സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. ഇത് നമുക്ക് വൈകുന്നേരം അരച്ചെടുക്കാം. നിങ്ങൾ എപ്പോഴാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് സോക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ രാവിലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ അരിയൊക്കെ നന്നായിട്ട് ഇവിടെ സോക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ല, അരി പൊട്ടിക്കുന്ന സമയത്ത് നന്നായിട്ട് ഇത് പൊട്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം വരെ തന്നെ നമുക്കൊന്ന് കുതിർത്തിയെടുക്കണം. മാത്രമല്ല, നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് ഈ വെള്ളം ഉപയോഗിച്ചാണ് അരച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സോക്ക് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം ഈ വെള്ളത്തിൽ അരച്ചെടുക്കുക. അപ്പോഴേ നമുക്ക് ഈ വെള്ളം യൂസ് ചെയ്ത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഈ വെള്ളം യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങൂട്ട മാവ്. അതാണ് ഫസ്റ്റത്തെ ടിപ്പ്. അതുപോലെ തന്നെ നമ്മൾ അരി മിക്സി ജാറിൽ അരച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് ചൂടാവില്ലേ, അങ്ങനെ നമ്മൾ ചൂടായിട്ട് അങ്ങനെ അരച്ച് വെക്കുകയാണെങ്കിൽ ഇഡലി നല്ല ഹാർഡായിരിക്കും, സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ പകുതി ഭാഗം മാത്രം നമ്മൾ അരി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ചോറോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ലൊരു കിടിലൻ ഒരു സൂത്രം മാത്രം നമ്മൾ ചെയ്താൽ നമുക്ക് പതഞ്ഞ് പൊങ്ങ് സോപ്പ് പത പോലെ നമുക്ക് മാവ് കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ട് വെള്ളം തന്നെയാണ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം ഒരു 1/4 ഭാഗം മാത്രമാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ മുഴുവനായിട്ടും ഇട്ടിട്ട് അരച്ചെടുക്കരുത്. കുറച്ച് തരി തരി ആയിട്ടുള്ള രൂപത്തിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇനി ഈ മിക്സി ജാർ ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഐസ് ക്യൂബ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മിക്സി ജാർ ഒന്നും ചൂടാവാതെ, മാവും ചൂടാവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ഇഡലി ദോശയും അതുപോലെ തന്നെ നല്ല മുരിഞ്ഞ റോസ്റ്റും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. നിങ്ങൾക്ക് സമയം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ജാറ് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോഴും നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഞാനൊരു ഫുൾ ഐസ് ക്യൂബ്സും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തരി തരി രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. വല്ലാണ്ട് അങ്ങ് സോഫ്റ്റ് ആയിട്ട് നമ്മൾ അരച്ചെടുക്കരുത്. കുറച്ച് തരിതരിപ്പോട് കൂടെ തന്നെ അരച്ചെടുക്കുക കേട്ടോ. ഈ ഒരു ബാറ്റർ വെച്ചിട്ട് തന്നെ നമുക്ക് ഇഡലി ദോശ, മൊരിഞ്ഞ ക്രിസ്പി ദോശ, അതുപോലെ തന്നെ മധുരമില്ലാത്ത ഉണ്ണിയപ്പം ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പം ഞാൻ മിക്സി ജാറിൽ എല്ലാം ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ കുറച്ച് തരിയോട് കൂടെ തന്നെ നിങ്ങൾ അരച്ചെടുക്കുക കേട്ടോ. അപ്പം ഞാൻ എടുത്തു വെച്ചിട്ടുള്ള അരിയെല്ലാം ഒരു 2 തവണയായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇപ്പം എല്ലാം ഒന്ന് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ മാവിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള നല്ലൊരു കിടിലൻ കർണാടകയിലുള്ള ഒരു സൂത്രമാണ് കേട്ടോ ഇത്. നമ്മൾ തലേ ദിവസത്തെ പുളിച്ച മാവില്ലേ, അതാണ്. ഇതൊരു ടേബിൾ സ്പൂൺ നമ്മളുടെ അരച്ച മാവിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇത് മാത്രം മതി. മാവ് പതഞ്ഞ് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് സോഡാപ്പൊടിയോ ഈനോയോ ഈസ്റ്റോ ചോറോ ഒന്നും തന്നെ വേണ്ട. ഈ ഒരു മാവ് മാത്രം മതിയാവും. അപ്പം ഞാൻ അരച്ചു വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഒരു തവി പുളിച്ച മാവ് ചേർത്ത് കൊടുത്തിരുന്നു. ആ ക്ലിപ്പ് ഇതിൽ നിന്ന് മിസ്സായി പോയതാണ് കേട്ടോ. അപ്പം ഞാൻ ആ പുളിച്ച മാവും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു ഓവർനൈറ്റ് ഇത് പൊങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഒരു പുളിച്ച മാവ് മാത്രമാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് യാതൊരു ദോഷവും ചെയ്യുന്നതല്ല. ഇനി നമുക്കിതൊരു ഓവർനൈറ്റ് ഫുള്ളായിട്ട് ഇതൊന്ന് പൊങ്ങാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഭാഗം വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. കിടക്കാത്ത രീതിയിൽ നന്നായിട്ട് അതിന് യോജിച്ചൊരു പാത്രം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു കലത്തിൻ്റെ
പായ്വട്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു പാത്രം തന്നെയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. തണുപ്പുള്ള സമയമാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്തെടുക്കുക. നല്ല ചൂടുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചാൽ മാത്രം മതിയാവും. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഞാൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നന്നായിട്ട് നമ്മളുടെ മാവ് സോപ്പ് പത പോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ വെച്ചിട്ട് ദോശയോ ഇഡലിയോ അതുപോലെ തന്നെ ക്രിസ്പി ആയിട്ടുള്ള മുരിഞ്ഞ റോസ്റ്റോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾ കടയിൽ നിന്നൊന്നും പൈസ കൊടുത്ത് മാവ് വാങ്ങേണ്ട ഒരാവശ്യവും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ രീതിയിലും മാവ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കാണിച്ചു തരുന്നത് കുറച്ച് അവിലാണ് കേട്ടോ. വെള്ള അവിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇഡലിക്ക് നല്ലൊരു വൈറ്റ് കളർ കിട്ടാനും ഇത് സഹായിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മട്ട അവിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം സോക്ക് ചെയ്ത് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് ഗ്രൈൻഡറിൽ എങ്ങനെ അരയ്ക്കാമെന്നാണ് കേട്ടോ. നമുക്ക് മിക്സി ജാറിലും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ വെള്ളം ഒഴിക്കാതെ നമ്മുടെ അരിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കുറച്ചായിട്ട് വെള്ളം തളിച്ച് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈസ്റ്റോ സോഡാപ്പൊടിയോ അതുപോലെ തന്നെ ഇനോയോ ചോറോ ഒന്നും തന്നെ ആവശ്യമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇഡലി ദോശയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫസ്റ്റ് തന്നെ കുറേ വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് അരച്ചെടുക്കരുത്. ഇതുപോലെ കുറച്ച് കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ചെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇഡലിയും ദോശയും എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പം നേരത്തെ ഞാൻ പൊങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്ന മാവിൽ നിന്ന് കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുത്ത് വെക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കാതെ എടുത്ത് വെക്കുക. അപ്പം ഞാൻ മറ്റേ ബാറ്ററിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള മൊരിഞ്ഞ ദോശയാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന റോസ്റ്റ് ഇല്ലേ, അതുപോലെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇതുപോലൊരു ബാറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഇഡലിയും ദോശയും ഇതുപോലെ ക്രിസ്പി ആയിട്ടുള്ള ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ചുറ്റിച്ചെടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത്. അപ്പോഴേ നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ടും പറ്റുള്ളൂ. ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ബട്ടറോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ജസ്റ്റ് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മസാല ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം മസാല നടുവിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുമുള്ള മസാല ദോശയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ കുറച്ച് സമയം നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഇത് ഒരിഞ്ഞു വരുന്നതാണ്. നിങ്ങൾ സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടതെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ചട്ടിയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഞാനിപ്പോൾ ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ രൂപത്തിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി എടുത്തതിന് ശേഷം ചൂട് കട്ടൻ ചായയുടെ കൂടെ തന്നെ കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ അപ്പം ഞാൻ രണ്ടാമതും കൂടെ ഒന്ന് ഒഴിച്ച് കാണിക്കുന്നുണ്ട്. ഈ രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇരുമ്പിൻ്റെ പാൻ ഉണ്ടെങ്കിൽ അതിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ഉണ്ടാക്കി കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇതുപോലെ ഞാൻ ചുറ്റിച്ചെടുത്തതിന് ശേഷം നല്ലതായിട്ട് ക്രിസ്പി ആയതിനു ശേഷം ചട്ടിയിൽ നിന്നും എടുത്ത് മാറ്റുന്നുണ്ട്. ഇനി നല്ല ക്രിസ്പി ആയിട്ടുള്ള നെയ് റോസ്റ്റ് അതുപോലെ തന്നെ മസാല ദോശയൊക്കെ നിങ്ങൾക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മളുടെ വീട്ടിലുള്ള മാവ് വെച്ച് തന്നെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. നല്ല ഹെൽത്തിയുമായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറന്നു പോകരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അപ്പോൾ ഞാനെല്ലാം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഇതേ ബാറ്റർ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് പ്ലഫിയും അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ നിന്നും കുറച്ച് ഇതുപോലെ ഒന്ന് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ തവി ഇട്ടിട്ട് വല്ലാണ്ടങ്ങി ഇളക്കി മിക്സാക്കി കൊടുക്കരുത്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് തവി വെച്ചിട്ടൊന്ന് മിക്സാക്കി കൊടുത്താൽ മതിയാവും. ഞാൻ ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇഡലി തട്ടിൽ കുറച്ച് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം എല്ലാ കുഴിയിലും ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം.
മാവ് ഇതുപോലൊരു കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാവേണ്ടത്. അധികം വെള്ളാവാനും പാടില്ല. എന്നാൽ നല്ല കട്ടിയാവാനും പാടില്ല. ഇതുപോലൊരു മീഡിയം കൺസിസ്റ്റൻസിയിൽ ഉണ്ടാക്കിയെടുക്കുക ട്ടോ. ഇപ്പം ഞാൻ ഇഡലി തട്ടിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നേരത്തെ നമ്മൾ ഒഴിച്ച് വെച്ചിട്ടുള്ള മാവ് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോഴേ നല്ല ഫ്ലഫിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഇഡലി നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം നമ്മളുടെ ടേസ്റ്റിയും ഫ്ലഫിയുമായിട്ടുള്ള ഇഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും എത്ര ഫ്ലഫിയും നല്ല സോഫ്റ്റ് ആയിരുന്നു ഇഡലി ഇവിടെ കിട്ടിയിട്ടുള്ളതെന്ന്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അപ്പോൾ ഇന്ന് കാണിച്ച ദോശമാവ് വെച്ചിട്ടുള്ള 2 റെസിപ്പിയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.